മുദ്ര ക്ലാസ്സാണ്. അപ്പോൾ മുദ്ര ക്ലാസ് നമ്മൾ ഓൺലൈൻ വഴിയാണ് കേട്ടുകൊണ്ടിരുന്നത്. പക്ഷേ അത് നമ്മളിപ്പോൾ ഓഫ്ലൈനായിട്ട് എങ്ങനെ ഓരോന്നും ചെയ്യാമെന്നുള്ളത്, അപ്പോൾ അതിൽ കുറച്ച് പേര് ഇവിടെ വന്ന് ആ മുദ്ര നോട്ട്സ് വായിക്കണം. മുദ്ര ചികിത്സ. അഹം ബ്രഹ്മാസ്മി. നമ്മുടെ ശരീരത്തിലെയും മനസ്സിലെയും എല്ലാ പ്രവർത്തനങ്ങളെയും സന്തുലപ്പെടുത്തുന്നതിനും അതുവഴി രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനുമുള്ള ശക്തി നമ്മളിൽ തന്നെ അന്തർലീനമായിരിക്കുന്നു. ഈ ശക്തിയെ കൂടുതൽ ഊർജ്ജസ്വലമാക്കുന്നതിനുള്ള ഏറ്റവും ലളിതമായ മാർഗമാണ് മുദ്ര ചികിത്സ. മുദ്ര ചികിത്സ യോഗധ്യാനവുമായി സംയോജിപ്പിച്ചുകൊണ്ട് പ്രയോഗിച്ചാൽ പല രോഗങ്ങളിൽ നിന്നും മരുന്നുകളിൽ ഉപയോഗിക്കാതെ തന്നെ മോചനം ലഭിക്കും. മാത്രമല്ല, ഇതിൻ്റെ കൃത്യമായ അനുഷ്ഠാനം വഴി രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കും. മാനസികവും ശാരീരികവുമായ സ്വസ്ഥത നേടുവാനും കഴിയും. മുദ്രകളുടെ ഉദ്ഭവത്തെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ പൂർണ്ണമായും ലഭ്യമല്ല. ആത്മീയ ഉന്നതിക്കും ആരോഗ്യ പരിരക്ഷണത്തിനുമായി ആയിരക്കണക്കിന് വർഷങ്ങളായി മുദ്രകൾ ഉപയോഗിച്ചു വരുന്നു. എന്നാൽ ചില നിഗൂഢ കാരണങ്ങളാൽ മുദ്ര ചികിത്സാ സമ്പ്രദായത്തെക്കുറിച്ചുള്ള അറിവുകൾ അതിൻ്റെ പ്രയോക്താക്കൾ ഗോപ്യമായും ധനസമ്പാദനത്തിന് വേണ്ടിയുള്ള ഒരു സ്വകാര്യ സ്വത്തായും കരുതിയിരുന്നു. ഇതുമൂലം സാധാരണക്കാർക്ക് ഈ ചികിത്സാ പദ്ധതി പഠിക്കുവാനോ അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കാനോ കഴിഞ്ഞില്ല. യോഗമുദ്ര ചികിത്സാ സമ്പ്രദായത്തിന്റെ അനന്തമായ പ്രയോജനങ്ങൾ മനുഷ്യരാശിക്ക് മുഴുവൻ ലഭ്യമാക്കുന്നതിന് വേണ്ടി തുടക്കം കുറിക്കുന്നു. യോഗമുദ്രകൾ യഥാവിധി അനുഷ്ഠിച്ചാൽ ആരോഗ്യം പരിരക്ഷിക്കുവാനും എല്ലായ്പ്പോഴും ഊർജ്ജസ്വലമായിരിക്കുവാനും ചെറുപ്പം നിലനിർത്തുവാനും കഴിയും. യോഗമുദ്രകൾ നമ്മുടെ പിതാമഹന്മാർ ആവിഷ്കരിച്ച ചികിത്സാ സമ്പ്രദായങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് യോഗമുദ്രകൾ. യോഗയും ധ്യാനവും പ്രാണായാമവും നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും രോഗവിമുക്തമാക്കുന്നു, ആത്മീയ ഉന്നമനത്തിന് സഹായിക്കുന്നു. പക്ഷേ അവയുടെ പ്രയോജനം ലഭിക്കുവാൻ നീണ്ടകാലത്തെ അഭ്യാസം ആവശ്യമാണ്. സമയക്കുറവാണ് എല്ലാവരുടെയും പ്രധാന പ്രശ്നങ്ങളൊന്ന്. അതുകൊണ്ട് നീണ്ടകാലത്തെ അഭ്യാസം ആവശ്യമായ യോഗ പലർക്കും പ്രായോഗികമായി പ്രയാസമുള്ളതായിരിക്കും. ആരോഗ്യ കാരണങ്ങളാൽ ചിലർക്ക് യോഗവിദ്യകൾ അനുഷ്ഠിക്കാൻ സാധ്യമല്ലാതെ വരുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ ധ്യാനവും മുദ്ര ചികിത്സയുമാണ് ആരോഗ്യ സംരക്ഷണത്തിന് ഒരു ഉത്തമ മാർഗം. ഒന്ന്, മുദ്രകൾ ലളിതമാണ്. പഠിക്കുവാനും പ്രയോഗിക്കുവാനും കുറച്ച് സമയം മതി. 2, 6 വർഷം മുതൽ 90 വർഷം വരെ പ്രായമുള്ള ആർക്കും പഠിക്കാം. ഏത് സ്ഥലത്ത് വെച്ചും യാത്രാവേളകളിലും മുദ്രകൾ പ്രയോഗിക്കാം. 4, രോഗം മൂലം ശയ്യാവലംബികളായവർക്ക് കിടക്കയിൽ കിടന്നുകൊണ്ട് മുദ്രകൾ ചെയ്യാം. 5, മുദ്ര ചികിത്സയുടെ പ്രയോജനം പെട്ടെന്ന് ലഭിക്കുന്നു. 6, തീർത്തും പണച്ചെലവില്ലാത്ത സ്വയം ചികിത്സ. 7, പാർശ്വഫലങ്ങളില്ല. മുദ്രകൾ കൈകളുടെയും കൈവിരലുകളുടെയും അർത്ഥപൂർണവും ക്രമാനുസൃതവുമായ വിന്യാസമാണ് മുദ്രകൾ. വാക്കുകൾ കൂടാതെയുള്ള ആശയവിനിമയത്തിനും ആത്മാവിഷ്കാരത്തിനും മുദ്രകൾ ഉപയോഗിച്ചു വരുന്നു. പൂജാനുഷ്ഠാനങ്ങളിലും ധ്യാനത്തിലും ആയോധന കലകളിലും മുദ്രകൾ പ്രയോഗിക്കുന്നു. മന്ത്രശാസ്ത്രം, ഉപാസനാശാസ്ത്രം, നൃത്തശാസ്ത്രം തുടങ്ങിയവയെ ആധാരമാക്കിയുള്ള പ്രാചീന ഗ്രന്ഥങ്ങളിൽ മുദ്രകളെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. ഹിന്ദുമതത്തിലും ബുദ്ധമതത്തിലും ജൈനമതത്തിലും അനുഷ്ഠാനങ്ങളിൽ മുദ്രകൾ പ്രയോഗിച്ചു വരുന്നു. പ്രാചീന ക്ഷേത്ര ശില്പങ്ങളിൽ മുദ്രകൾ ദർശിക്കാവുന്നതാണ്. മുദ്രകളുടെ പ്രയോജനം: നമ്മുടെ ശരീരത്തിനുള്ളിലും പുറത്തേക്കും ഊർജം നിരന്തരം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഊർജ പ്രവാഹത്തെ മുദ്രകൾ ഉപയോഗിച്ച് ഉപയോഗപ്രദമായി നിയന്ത്രിക്കുന്നതിനുള്ള ഒരു പദ്ധതിയാണ് മുദ്രാ ചികിത്സ. മുദ്രാ ചികിത്സ പ്രകൃതിക്ക് അനുയോജ്യമായ ചികിത്സാ സമ്പ്രദായമാണ്. ആധുനിക മരുന്നുകളിൽ നിന്നും ലഭിക്കുന്നത് പോലെ രോഗങ്ങൾക്ക് ഉടൻ ശമനം ചിലപ്പോൾ വരില്ലെന്ന് വരും. എന്നാൽ ആത്മാർത്ഥമായ കൃത്യമായ പ്രയോഗങ്ങളിൽ കൂടി മുദ്രകൾ പാർശ്വഫലങ്ങളില്ലാതെ നീണ്ടു നിൽക്കുന്ന പ്രയോജനം നൽകുന്നു. മുദ്രകളുടെ പ്രവർത്തനം. ആയുർവേദ ചികിത്സാ സമ്പ്രദായവും മറ്റ് പൗരസ്ത്യ രാജ്യങ്ങളിൽ നിലവിലുള്ള പുരാതന ചികിത്സാ സമ്പ്രദായങ്ങളും പ്രകാരം പ്രപഞ്ചവും മനുഷ്യ ശരീരവും 5 അടിസ്ഥാന ദ്രവ്യങ്ങളെ കൊണ്ടാണ് സൃഷ്ടി. ഈ 5 ദ്രവ്യങ്ങളെ പഞ്ചഭൂതങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നു. അഗ്നി, വായു, ആകാശം, ഭൂമി, ജലം ഇവയാണ് പഞ്ചഭൂതങ്ങൾ. നമ്മുടെ ശരീരത്തിൽ ഈ പഞ്ചഭൂതങ്ങളുടെ സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം തട്ടുമ്പോഴും ഇതിൽ ഏതെങ്കിലും ഒരു ഘടകം ക്രമാതീതമാവുകയോ ബലഹീനപ്പെടുകയോ ചെയ്യുമ്പോഴുമാണ് ആദികളും വ്യാധികളും ഉണ്ടാകുന്നത്. മുദ്രകളുടെ അനുഷ്ഠാനം വഴി ഈ പഞ്ചഭൂതങ്ങളുടെ സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കുവാൻ കഴിയുന്നു. മുദ്ര ചികിത്സാ സമ്പ്രദായത്തിൽ കൈവിരലുകൾ ഓരോന്നും പഞ്ചഭൂതങ്ങളിൽ ഓരോന്നിനെ പ്രതിനിധാനം ചെയ്യുന്നു. 1, പെരുവിരൽ അഗ്നി, 2, ചൂണ്ടുവിരൽ വായു, 3, നടുവിരൽ ആകാശം, 4, മോതിരവിരൽ ഭൂമി, 5, ചെറുവിരൽ ജലം. ഓരോ വിരലിൻ്റെയും അഗ്രഭാഗം അനേകം ശരീര ധമനികൾ അവസാനിക്കുകയും ആരംഭിക്കുകയും ചെയ്യുന്ന കേന്ദ്രങ്ങൾ കൂടിയാണ്.
ഈ നാഡീ കേന്ദ്രങ്ങളിൽ നിന്നും സ്വതന്ത്രമാകുന്ന ഊർജം പുറത്തേക്ക് വമിച്ചുകൊണ്ടേയിരിക്കുന്നു. വിരലഗ്രങ്ങളിൽ ഇലക്ട്രോണുകളുടെ കേന്ദ്രീകരണം ഉണ്ടെന്ന് ആധുനിക ശാസ്ത്രവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിരലഗ്രങ്ങൾ തമ്മിൽ തൊടുമ്പോഴും വിരലഗ്രങ്ങൾ കൈപ്പത്തിയുടെ മറ്റു ചില സ്ഥാനങ്ങളിൽ തൊടുമ്പോഴും ഈ സ്വതന്ത്ര ഊർജം നമ്മുടെ ശരീരത്തിലേക്ക് തിരിച്ചുവിടപ്പെടുന്നു. അത് നാഡികളിലൂടെ സഞ്ചരിച്ച് മസ്തിഷ്കത്തിലെത്തുന്നു. ഇങ്ങനെ തിരിച്ചുവിടപ്പെട്ട ഊർജം ശരീരത്തിലെ വിവിധ ചക്രങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. ഈ രീതിയിൽ വിരലുകൾ ഉപയോഗിച്ചുള്ള മുദ്രകൾ വഴി പഞ്ചഭൂതങ്ങളുടെ സ്വാഭാവികമായ സന്തുലനം ഉറപ്പാക്കുന്നു. കൈകൾ, കാൽപാദങ്ങൾ, ചെവികൾ, നാക്ക് ഈ അവയവങ്ങളിൽ നമ്മുടെ ശരീരത്തിലെ ഊർജപ്രവാഹത്തെ നിയന്ത്രിക്കുന്നതിനുള്ള സ്ഥാനങ്ങൾ സ്ഥിതി ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിലുള്ള ജീവശക്തി 12 ചാലുകളിൽ കൂടി സഞ്ചരിക്കുന്നു. ഈ ചാലുകളെല്ലാം വിരൽത്തുമ്പുകളിൽ തുടങ്ങുകയോ അല്ലെങ്കിൽ അവസാനിക്കുകയോ ചെയ്യുന്നു. മുദ്രകൾ പ്രയോഗിക്കുമ്പോൾ ഈ ചാലുകളിലൂടെയുള്ള ഊർജപ്രവാഹത്തിന് ഗുണകരമായ മാറ്റം വരുന്നു. ഇത് നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങളിലും മാറ്റം വരുത്തുന്നു. വിസ്മയകരമായ കഴിവുകളുള്ള പല നാഡികളും സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കൈതലങ്ങളിലാണ്. മുദ്രകൾ പ്രയോഗിക്കുമ്പോൾ ഈ നാഡികൾക്ക് കൂടുതൽ ഓജസ് കൈവരുന്നു. ഈ സ്ഥിതിവിശേഷത്തെക്കുറിച്ചുള്ള സന്ദേശം മസ്തിഷ്കത്തിൽ എത്തുന്നു. മസ്തിഷ്കത്തിലെ നാഡികൾ കൂടുതൽ പ്രവർത്തന നിരതമാകുന്നു. ഗ്രന്ഥികളുടെ പ്രവർത്തനവും മെച്ചപ്പെടുന്നു. അങ്ങനെ ശരീരം മുഴുവൻ ഗുണകരമായ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു. നമ്മുടെ വിരലുകൾ ശരീരത്തിലെ അടിസ്ഥാന ജീവചക്രങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മുദ്രകൾ ഈ ചക്രങ്ങളെ പ്രവർത്തനോന്മുഖമാക്കുന്നു. അഗ്നി, വായു, ആകാശം, ഭൂമി, ജലം എന്നീ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ് നമ്മുടെ ശരീരം. നമ്മുടെ ശരീരത്തിൽ ഈ ഘടകങ്ങളുടെ അസന്തുലിതാവസ്ഥ രോഗങ്ങൾക്ക് കാരണമാകുന്നു. ഓരോ കൈവിരലും പഞ്ചഭൂതങ്ങളിൽ ഓരോ ഘടകത്തിനെ പ്രതിനിധീകരിക്കുന്നു. വിരലുകൾ ഉപയോഗിച്ച് മുദ്രകൾ ചെയ്യുമ്പോൾ പഞ്ചഭൂതങ്ങളുടെ സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കപ്പെടുന്നു. വളരെ നാളുകളായി ശരീരത്തിൽ അടിഞ്ഞുകൂടിയ വിഷപദാർത്ഥങ്ങൾ പുറന്തള്ളപ്പെടുകയും ശരീരം ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു. 2. ശരീരത്തിലെ ജീവശക്തി വർദ്ധിക്കുകയും കൂടുതൽ ഊർജ്ജസ്വലരാകുകയും ചെയ്യുന്നു. 3. ശരീരത്തിലെ പഞ്ചഭൂതങ്ങളുടെ സന്തുലനം ഉറപ്പുവരുത്തുന്നു. 4. ഹൃദയവും ശ്വാസകോശവും ബലവത്താകുന്നു. 5. ആന്തരിക അവയവങ്ങളായ കരൾ, പിത്തസഞ്ചി, പാൻക്രിയാസ്, ആമാശയം, ചെറുകുടൽ, വൻകുടകൾ, വൃക്കകൾ, ഗർഭാശയം തുടങ്ങിയ ആന്തരിക അവയവങ്ങൾ കർമ്മോത്സുകമാകുന്നു. 6. നാഡീവ്യൂഹവും മസ്തിഷ്കവും കൂടുതൽ ഊർജ്ജസ്വലമാകുന്നു. 7. മനസ്സിൽ നിന്നും ഭയം, ദുഃഖം, ക്ഷീണം തുടങ്ങിയ നിഷേധാത്മക ചിന്തകൾ ഒഴിഞ്ഞു പോവുകയും ശാന്തിയും സമാധാനവും ശുഭചിന്തകളും നിറയുകയും ചെയ്യുന്നു. 8. ആത്മവിശ്വാസം കൂടും. 9. ജ്ഞാനമാർഗത്തെക്കുറിച്ചുള്ള ബോധവും അവ അറിയാനും പഠിക്കുവാനുള്ള താല്പര്യമുണ്ടാകും. 10. ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ഒരു നവചൈതന്യം ഉണ്ടാകുന്നു. ഈ പാഠ്യപദ്ധതി കഴിയുമ്പോൾ ഒരു പുതിയ ചിന്തകളും പോസിറ്റീവും കൈവരുന്നു. മുദ്രകൾ അഭ്യസിക്കുമ്പോൾ ഏതെങ്കിലും അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടാൽ ഉപദേശം തേടേണ്ടതാണ്. മുദ്ര ചികിത്സാ പദ്ധതി. ആയിരക്കണക്കിന് മുദ്രകളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ പ്രാചീന ഗ്രന്ഥങ്ങളിലുണ്ട്. അവയിൽ പലതിനെക്കുറിച്ചും ശരിയായ അറിവ് ഇന്ന് ലഭ്യമല്ല. 300ഓളം മുദ്രകളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇന്ന് ലഭ്യമായുള്ളത്. അവയിൽ നിന്നും ശ്രദ്ധാപൂർവം തിരഞ്ഞെടുത്ത 10 പ്രധാന മുദ്രകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ചികിത്സാ പദ്ധതിയാണ് പഠന വിഷയമാക്കിയിരിക്കുന്നത്. ഈ മുദ്രകളുടെ അഭ്യാസം 7 ദിവസത്തെ ക്ലാസ്സിന് ശേഷം സ്വയം പരിശീലനം ചെയ്ത് 3 മാസം കൊണ്ട് പൂർത്തീകരിക്കുന്നതിനുള്ള രീതിയിലാണ് പാഠ്യപദ്ധതി. തിരഞ്ഞെടുത്ത മുദ്രകൾ: 1. ശുദ്ധീകരണ മുദ്ര, 2. പ്രാണമുദ്ര, 3. അപാനവായുമുദ്ര, 4. വായുമുദ്ര, 5. ആകാശമുദ്ര, 6. പൃഥ്വി മുദ്ര, 7. വരുണമുദ്ര, 8. സൂര്യമുദ്ര, 9. പങ്കജമുദ്ര, 10. ജ്ഞാനമുദ്ര. വായുമുദ്രയും ആകാശമുദ്രയും പൃഥ്വി മുദ്രയും വരുണമുദ്രയും സൂര്യമുദ്രയും പഞ്ചഭൂത മുദ്രകളാണ്. പങ്കജമുദ്രയും ജ്ഞാനമുദ്രയും ആധ്യാത്മിക മുദ്രകൾ എന്ന വിഭാഗത്തിൽപ്പെടുന്നു. നമ്മുടെ പൂർവികന്മാർ അവരുടെ അനുഭവ സമ്പത്തിൻ്റെയും ആർജിച്ച അറിവിൻ്റെയും അടിസ്ഥാനത്തിൽ രോഗങ്ങൾ വരുവാനുള്ള കാരണങ്ങൾ കണ്ടെത്തി. അവർ കണ്ടെത്തിയ കാരണങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ നിന്നും അനാവശ്യ വസ്തുക്കളും വിഷവസ്തുക്കളും കൃത്യമായി വിസർജിക്കാതിരിക്കുക, ശരീരത്തിലെ പഞ്ചഭൂതങ്ങളുടെ സന്തുലിതാവസ്ഥയ്ക്ക് സംഭവിക്കുന്ന തകരാറുകൾ, ഹൃദയവും ശ്വാസകോശങ്ങളും ശരിയായി പ്രവർത്തിക്കാതിരിക്കുക,
ആമാശയത്തിൻ്റെയും മറ്റ് ആന്തരിക അവയവങ്ങളുടെയും പ്രവർത്തനം തകരാറിലാവുക, ശരീരത്തിലെ ജീവശക്തിക്കുണ്ടാകുന്ന ബലക്ഷയം, ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന പ്രാണവായുവിൻ്റെയും പുറത്തേക്ക് പോകുന്ന അപാനവായുവിൻ്റെയും അളവിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകൾ, മനസ്സിലുണ്ടാകുന്ന പരസ്പര വിരുദ്ധവും നിഷേധാത്മകവുമായ ചിന്തകൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന ദോഷങ്ങളെ ഇല്ലാതാക്കുവാനും അവ മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ പരിഹരിക്കുവാനും പ്രാപ്തമായ 10 മുദ്രകളാണ് പഠന വിഷയം. മുദ്രകൾ അഭ്യസിക്കുമ്പോൾ ഓർക്കേണ്ട കാര്യങ്ങൾ: 1. യോഗ പോലെ മുദ്രകളും ഒരു ഗുരുവിൽ നിന്ന് വേണം അഭ്യസിക്കുവാൻ. അടിസ്ഥാന തത്വങ്ങൾ നന്നായി മനസ്സിലാക്കിയ ശേഷം വേണം സ്വയം അഭ്യസിക്കുവാൻ. നല്ല വെളിച്ചവും വായുവും ലഭിക്കുന്ന സ്ഥലത്ത് വെച്ച മുദ്രകൾ ചെയ്യുന്നതാണ് ഉത്തമം. മുദ്രകൾ രാവിലെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പ്രഭാത കൃത്യങ്ങൾക്ക് ശേഷം ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച ശേഷം അഭ്യസിക്കുക. രാവിലെ മുദ്രകൾ ചെയ്യുവാൻ സാധിക്കാത്തവർ വൈകിട്ടോ രാത്രി ഉറങ്ങുന്നതിന് മുമ്പോ ചെയ്യാം. ആഹാരത്തിന് ശേഷം ഉടനെ തന്നെ മുദ്രകൾ അഭ്യസിക്കുവാൻ പാടില്ല. 2 മണിക്കൂർ എങ്കിലും കഴിഞ്ഞ ശേഷമേ പാടുള്ളൂ. ചായയോ കാപ്പിയോ പ്രഭാത ഭക്ഷണമോ കഴിച്ചതിന് ശേഷമാണെങ്കിൽ അരമണിക്കൂറെങ്കിലും കഴിഞ്ഞിരിക്കണം. സ്നാനത്തിന് ശേഷം ഉടനെ മുദ്രകൾ ചെയ്യാൻ പാടില്ല. 30 മിനിറ്റെങ്കിലും കഴിഞ്ഞ് വേണം ചെയ്യുവാൻ. മനസ്സ് ഏകാഗ്രമായി നിലനിർത്തി വേണം മുദ്രകൾ പ്രയോഗിക്കുവാൻ. എങ്കിലേ ശരിയായ ഫലം ലഭിക്കൂ. തറയിൽ പത്മാസനത്തിലോ വജ്രാസനത്തിലോ സുഖാസനത്തിലോ ഇരുന്ന് മുദ്രകൾ അനുഷ്ഠിക്കുന്നതാണ് ഉത്തമം. അതിനെ പ്രയാസമുള്ളവർ കസേരയിൽ ഇരുന്ന് ചെയ്താലും മതിയാകും. ഏത് സ്ഥലത്ത് ഇരുന്നാലും പാദങ്ങൾ തറയിൽ തൊട്ടിരിക്കണം. മുദ്രകൾ അനുഷ്ഠിക്കുമ്പോൾ തലയും കഴുത്തും നട്ടെല്ലും വളയാതെ നേരെ പിടിച്ചിരിക്കണം. അസുഖം ബാധിച്ച് കിടപ്പിലായവർക്ക് കിടന്നുകൊണ്ട് തന്നെ മുദ്രകൾ ചെയ്യാം. 2 കൈകളിലെയും വിരലുകൾ ഒരേ സമയം ഒരുപോലെ ഉപയോഗിച്ച് വേണം മുദ്രകൾ പ്രയോഗിക്കുവാൻ. ഗർഭിണികൾ ഗുരുവിൻ്റെ ഉപദേശം അനുസരിച്ച് മാത്രമേ മുദ്രകൾ ചെയ്യുവാൻ പാടുള്ളൂ. ആവർത്തന കാലങ്ങളിലും സ്ത്രീകൾക്ക് മുദ്രകൾ അഭ്യസിക്കാം. രോഗങ്ങൾ മരുന്നുകൾ കഴിക്കുന്നവർക്ക് അവ നിർത്താൻ പാടില്ല. ഡോക്ടറുടെ ഉപദേശം അനുസരിച്ച് അവയുടെ ഉപയോഗം തുടരേണ്ടതാണ്. ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടാൽ മുദ്രകൾ ചെയ്യാതിരിക്കുകയും ചെയ്യാം. മുദ്രകൾ രോഗപ്രതിരോധത്തിനായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ മുദ്രകൾ ഓരോന്നും അവയ്ക്ക് നിർദ്ദേശിക്കുന്ന സമയത്തേക്ക് മാത്രം അഭ്യസിച്ചാൽ മതിയാകും. എങ്കിലും അസുഖങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കണമെങ്കിൽ അഭ്യാസത്തിൻ്റെ സമയപരിധി സാധാരണ നിലയിൽ നിന്ന് കുറച്ചുകൂടി വർദ്ധിപ്പിക്കണം. ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടാൽ അഭ്യാസം തൽക്കാലത്തേക്ക് നിർത്തിവെക്കാം. മുദ്രകളുടെ ആമുഖമാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് കുറേ പേര് എല്ലാ മുദ്രകളും 90 ദിവസത്തെ മുദ്രകൾ പൂർത്തിയാക്കി കഴിഞ്ഞവരുണ്ട്. അതേപോലെ മറ്റ് മുദ്രകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരുമുണ്ട്. ആദ്യത്തെ ശുദ്ധീകരണ മുദ്ര 2 മാസത്തിലൊരിക്കൽ 2 ദിവസം മാത്രം ചെയ്താൽ മതി. അതേപോലെ 90 ദിവസം കഴിഞ്ഞവർ അപാനവായു മുദ്ര, പ്രാണമുദ്ര, പഞ്ചഭൂത മുദ്രകൾ ഇവ ആഴ്ചയിലൊരിക്കൽ 1 പ്രാവശ്യം മാത്രം പിന്നീട് ചെയ്താൽ മതി. ക്ഷീണം തോന്നുകയാണോ എങ്കിൽ ആ ദിവസം പ്രാണമുദ്ര മാത്രം ചെയ്യാം. ആത്മീയ മുദ്രകളായ പങ്കജമുദ്രയും ജ്ഞാനമുദ്രയും നമ്മൾ എപ്പോഴും തുടർന്നുകൊണ്ട് ചെയ്യും. ഇനി 90 ദിവസം കഴിഞ്ഞ് പ്രാണമുദ്രയൊക്കെ നമുക്ക് ഇടയ്ക്ക് മുടങ്ങിയെന്ന് വിചാരിച്ച് അതിനെ വീണ്ടും റിക്കവറി ചെയ്തൊന്നും ചെയ്യണ്ട. നമ്മൾ സാധാരണ രീതിയിൽ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. എന്നും ചെയ്തു കഴിഞ്ഞാൽ അത്രയും നല്ലത്.